ഞാൻ ഇടയ്ക്ക് ഷാമ്പൂവിന്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞു. അപ്പോഴത്തേക്കും നിങ്ങളുടെ സ്കാൽപ്പ് ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഹെയറിന്റെ ലെങ്ത് കുറച്ച് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രിസി അല്ലാത്ത ഷാമ്പൂസ് അല്ലെങ്കിൽ കണ്ടീഷണർ നല്ലത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചാണ്, തിരിച്ചാണ് സിറ്റുവേഷൻ എങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആണ് പക്ഷെ ഹെയറിന്റെ ലെങ്ത് ഓയിലി ആണ് എങ്ങനെയാണെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ ഇത് കൂടുതലും വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിലെ ആൾക്കാർക്കായിരിക്കും. അതായത് നമ്മുടെ സ്കാൽപ്പിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ നമ്മുടെ ഹെയറിന്റെ ലെങ്തിലോട്ട് പ്രോപ്പറായിട്ട് എത്തുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ സ്കാൽപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ കഴുകുന്ന സമയത്ത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു തന്നെ യൂസ് ചെയ്യുക. അതിന്റെ കൂടെ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള AHA BHA അടങ്ങിയിട്ടുള്ള കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്കാൽപ്പിന്റെ കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ സ്കാൽപ്പിലും ഓയിലി സ്കാൽപ്പറുടെ ഷാമ്പൂ മോയിസ്ചറൈസറും നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. പക്ഷെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഡെയിലി നമ്മൾ സ്കാൽപ്പ് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ ലെങ്തിലും ഗ്രീസ്നെസ് അടിഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വിയർപ്പ്, ഓയില്, ഇത് നമ്മൾ തേക്കുന്ന ഓയിൽ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ഹെയറിന്റെ ലെങ്ത് കുഴകൊഴാന്നിരിക്കാൻ അല്ലെങ്കിൽ ഓയിലി ആയിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഷാമ്പു തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള വേ. സാലിസിലിക് ആസിഡ് അടങ്ങിയ ഷാമ്പു അല്ലെങ്കിൽ നന്നായിട്ട് പതയുള്ള ഷാമ്പു യൂസ് ചെയ്താലും മതി. പിന്നെ കണ്ടീഷണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.